It's me Rahul. Welcome to Richard Talks. നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു നേക്കഡ് വ്യൂ ആണ് ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ മുന്നിലുള്ള. ഇതിനകത്ത് ഞാൻ ലൈൻസ് ഒന്നും വരച്ചില്ല, പക്ഷെ നമ്മുടെ ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ഫിഫ്റ്റി കുറച്ച് കയറിപ്പോയിട്ടുണ്ട്. അതായത് നിഫ്റ്റി മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു, പക്ഷേ നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മേജർ സപ്ലൈ സോൺ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? ഈ ഒരു ഏരിയ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? അവിടെ എത്തിയപ്പം നിഫ്റ്റി ചെറുതായിട്ടൊരു ബാക്ക് ഫുട്ടിലോട്ട് വരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹയർ ലോ ഉണ്ടാക്കി. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്യൂ ഇവിടെ ജസ്റ്റ് ഇട്ടത്. ഞാൻ അനാലിസിസ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്, പക്ഷേ നമുക്ക് എപ്പോഴും നിങ്ങൾ ചാർട്ട് അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ലൈൻസും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം മാറ്റിയിട്ട് നമ്മുടെ ചാർട്ടിനെ ഇങ്ങനെ ഒന്ന് ഫുള്ളി നെക്കഡ് വ്യൂ ഇട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് വിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് കാണിച്ചാണ്, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ 82380 ഈ ലൈൻ 800, ഈ ഒരു ലൈൻ നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണ്. അതുകൊണ്ട് നമുക്കത് വരച്ചിട്ടേക്കാം. പിന്നെ നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു വിക്ക് നോക്കിയാൽ മതി. ഈ ഒരു വിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള ഈ വിക്ക് ഉണ്ടാവും. 23 ഡിസംബർ, 24, 25, 26 ഈ ഏരിയയിലുള്ള വിക്സ് ഉണ്ട്. അതുണ്ടോ? ഈ വിക്സായിട്ടും ഈ വിക്കും മാച്ചാണ്. ഇതിനൊക്കെ എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. മാർക്കറ്റ് ഇവിടെ വരെ പോയിട്ടുള്ളൂ. കറക്റ്റ് നോക്ക്, ഈ വിക്ക് നോക്ക്, ഒരു 2 മാസം മുന്നേ 3 മാസം മുന്നേ ഈ ഒട്ടപ്പോളം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പം ഇവിടെ വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് പ്രോപ്പറായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഏകദേശം ചിലപ്പം മാർക്കറ്റ് ഇനിയൊരു ഡൗൺഫാൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും ഒരു ഹയർ ലോ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ വരെ പോവും. 24,189 ഇതൊക്കെ പ്രോപ്പർ ടാർഗറ്റ്സ് ആണ്. കാരണം മാർക്കറ്റ് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്ത ഏരിയ ആണ് ഇതെല്ലാം. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം നിങ്ങൾ കേട്ടോ. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്കറ്റ് വ്യൂ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഡേ ഹൈയും ഡേ ലോയും ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഈ ലൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറ്റി കൊടുക്കാം അല്ലേ? ജസ്റ്റ് ഇതിനൊരു ഗ്രീൻ, ഇതിനൊരു ഗ്രീൻ കൊടുക്കാം. ജസ്റ്റ് വെറുതെ കേട്ടോ, അതൊരു സോൺ ആയതുകൊണ്ട് അവിടെ ഗ്രീൻ ലൈൻ കൊടുത്തത്. ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഏരിയ മുകളിൽ പോകാതെ ട്രേഡ് ചെയ്യത്തില്ല കേട്ടോ. ബ്രേക്ക് ചെയ്താൽ പോലും ഈ ഒരു ഏരിയ, അതായത് 23870 70 പോയിന്റ് ഈ ഒരു ഏരിയ മുകളിൽ ആസ് എ ഡയറക്ഷണൽ ട്രേഡറിന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്താലും ഇത് സസ്റ്റെയിൻ ചെയ്യുന്നവരെ ട്രേഡ് ചെയ്യത്തില്ല. കാരണം ഇതിന് മുകളിലൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് വന്നാൽ തന്നെ നമുക്കറിയാം മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് വന്നാലും നമുക്ക് അവിടെ നിന്ന് മുകളിൽ ട്രേഡ് എനിക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് ജസ്റ്റിനെ 1 hour വിട്ടിടാം. വൺ അവർ പെർഫെക്റ്റ് ഒരു വ്യൂ നമുക്ക് ഉണ്ട്. കാരണം ഇപ്പോൾ കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. ഈ ഒരു ഏരിയ കടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാണ്. ഈ ഒരു ഹൈയുടെയും ഈ ഒരു ലോയുടെയും ഇടയിൽ കടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാണ് മാർക്കറ്റ്. അപ്പോൾ ഇനി മാർക്കറ്റിൽ നമുക്കൊരു കറക്റ്റ് ഒരു വ്യൂ വേണമെങ്കിൽ, മാർക്കറ്റ് താഴോട്ട് വരണമെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് പോയിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യൂ ഉണ്ടാവുള്ളൂ താഴോട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് മൺഡേ മാർക്കറ്റില്ല, ട്യൂസ്ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യണം. 23,437 ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇമ്മീഡിയറ്റ്ലി 2 ടാർഗറ്റ് ഉണ്ട്. അതായത് ഒന്ന് ജസ്റ്റ് ഗ്യാപ്പ് ഫില്ലിങ് ചെയ്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ തിരിച്ചൊരു പുൾ ബാക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് ഗ്യാപ്പ് ഫില്ല് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ വരാൻ ചാൻസ് ഉണ്ട്. 23,329 അല്ലേ? 15 മിനിറ്റ്സ് നമുക്ക് നോക്കാം. ജസ്റ്റ് 15 മിനിറ്റ്സ് ആണോ? സൂപ്പർ.
അപ്പം ഇതാണ് നമ്മുടെ മൺഡേയിലെ ട്യൂസ്ഡേയിലെ നിഫ്റ്റിയുടെ വ്യൂ. എൻ്റെ ഒരു ജൂണൊക്കെ ആകുന്നവരെ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ വലിയ ഇതൊന്നുമില്ല. കാരണം ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് മാർക്കറ്റ് ചിലപ്പോൾ ഒരു കറക്ഷനെ കഴിഞ്ഞിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇവിടം വരെ മിനിമം ഇനി മാർക്കറ്റ് പോകും. ഇതിൻ്റെ താഴെ പോകാൻ ചാൻസില്ല. പക്ഷേ 20 to 500 വരെ എന്തായാലും മാർക്കറ്റ് ഒന്ന് പോകും. അത് ഫില്ല് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. മൺഡേന് എന്തായാലും ട്യൂസ്ഡേ എന്തായാലും താഴോട്ടുള്ളൊരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. താഴെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഇതിനെ ജസ്റ്റ് ഒരു 5 minutes ഇട്ടിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് റിടെസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ലാസ്റ്റ് ട്രേഡിങ്ങിൽ ആരെയും നമ്മൾ എടുത്തിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എടുത്തു കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എനിക്കൊരു 40 points കിട്ടി. അതിൽ നിന്ന് കിട്ടിയൊരു 40 points ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങി. ഞാൻ അറിയായിരുന്നു നിഫ്റ്റി അവിടെ കിടന്ന് കൺസൾട്ട് ചെയ്യാം. ഫസ്റ്റ് അവർ ബ്രേക്ക് ചെയ്ത് റിടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം മൺഡേയില്ല, ഇവിടുന്ന് ട്യൂസ്ഡേ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് റീടെസ്റ്റ് ചെയ്തുമ്പോൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇതിനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെയും മാർക്കറ്റ് പിന്നെയും ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് പിന്നെയും മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. മുന്നോട്ട് പോയി പിന്നെ ഇവിടെ തട്ടിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ഇവിടെ വരാം. ഇതായിരിക്കണം മാർക്കറ്റിൻ്റെ ട്യൂസ്ഡേയിലെ ഒരു വ്യൂ. പിന്നെ മാർക്കറ്റ് 2-3 days മാർക്കറ്റിൽ അതിന് ഭയങ്കര ഒരു ബോറടി ഉണ്ടല്ലേ. എനിക്ക് നല്ലൊരു ബോറടി ഉണ്ട് ഭയങ്കരമായിട്ട്. നല്ല ഫിലിമിനൊക്കെ പോയായിരുന്നു. പക്ഷേ ഇനി 2 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യണം മാർക്കറ്റിന്. അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ട്രേഡർ. നമ്മൾ സാധാരണ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അണ്ടറിലൊക്കെ ജോലി ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ വീക്കെൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ. പക്ഷെ ആസ് എ ട്രേഡർ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ജോലി ചെയ്യുമ്പം നമ്മുടെ ഒരു എന്താ പറയുക ഒരു അഡിക്ഷൻ കൂടിയാണ് ട്രേഡിങ്. എൻ്റെ കേസിൽ എൻ്റെ ഒരു അഡിക്ഷൻ കൂടിയാണ് ട്രേഡിങ്. ഓക്കെ, 3 days ഒക്കെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ലോങ് വീക്കെൻഡ് ഇറ്റ്സ് നോട്ട് ഫേവറബിൾ ഫോർ മീ. രസമില്ല. മുകളിലോട്ടുള്ള ടാർഗറ്റ് വരയ്ക്കുന്നില്ല. കാരണം മുകളിലോട്ട് ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു സ്റ്റൈലിലായിരിക്കും മാർക്കറ്റ് താഴോട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. അല്ലാതെ മുകളിലോട്ട് ഇപ്പോൾ എന്തായാലും ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറണം. അതുവരെ ആ ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരെ ട്രേഡ് എടുക്കാതിരിക്കാനായിരിക്കും നല്ലത്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി അവിടുന്ന് മാർക്കറ്റ് ഈ ഏരിയയൊക്കെ സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് വ്യൂ നോക്കുക. ജസ്റ്റ് ഞാൻ പറയാം, ജസ്റ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ട് വന്ന് പിന്നെ ഒരു വ്യൂ ആണെങ്കിൽ, അങ്ങനെ വ്യൂ ഉണ്ടെങ്കിൽ മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കുക. അതുവരെ ഇതിൻ്റെ ഇടയിലും ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത് കേട്ടോ. ഈ ഒരു സോണിൽ ഒരു ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും മാർക്കറ്റിൻ്റെ. T1 മാത്രം ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോണാണ്. ആസ് പെർ മൈ നോ ട്രേഡിംഗ് സോണാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നോ ട്രേഡിംഗ് സോൺ. ഇതിന് റെഡ് കൊടുക്കാം. റെഡ് ഇസ് മോർ മാച്ച് ട്രേഡിംഗ് സോൺ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പം മൺഡേ ട്യൂസ്ഡേ മാർക്കറ്റ് താഴോട്ട് വീഴാനാണ് ചാൻസ് കൊടുത്ത്. ഇനി എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസൊക്കെ ഉണ്ട്, മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് കയറാൻ വെയിറ്റ് ചെയ്യുക. 23,650 അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യുക. അതുവരെ ജസ്റ്റ് മാർക്കറ്റിനെ ക്ഷമയോട്ടിരുന്നിട്ട് വാച്ച് ചെയ്യുക. താഴോട്ട് വരികയാണെങ്കിൽ താഴോട്ട് ട്രേഡ് എടുക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ആ ഒരു മേജർ സോണിലാണ്. ഇതൊരു ഈ ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് ബാങ്ക് നിഫ്റ്റി ആ ഒരു മൊമെൻറ്റ് പ്രോപ്പർലി തന്നു ഉണ്ടോ. ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് ബാങ്ക് നിഫ്റ്റി പ്രോപ്പറായിട്ടൊരു മൊമെൻറ്റ് തന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഒന്ന് ഡൗൺ ആയി.
ഈ ഒരു ഏരിയ ഇതാണ് ഞാൻ നേക്കഡ് വ്യൂ ഇട്ട് മാർക്കറ്റിന് നോക്കണമെന്ന് പറയുന്നത്. ഡബിൾ ബോട്ടംസ് നല്ല അടിപൊളി ഡബിൾ ബോട്ടം മാർക്കറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു 1000 പോയിൻറ്റ്സിന് മൂവ്മെൻറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊരു സോണാണ്, ഒരു എന്താ പറയുക, ഒരു സപ്ലൈ സോണാണ്. അവിടെ വന്നിട്ട് മാർക്കറ്റ് ഷട്ട് ഡൗൺ ആയി. ഇനി ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാർഗറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ഡോജിയാണ് ഉണ്ടാക്കി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു ഡോജിയാണ് ഉണ്ടാക്കി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അതുകൊണ്ട് ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ് ഉള്ളത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റീനെ അപ്പം ക്ലോസ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ട്രേഡൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ട്യൂസ്ഡേ. കാരണം ഈ ഒരു ഏരിയ നല്ലൊരു കൺസോൾട്ടേഷനിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അഥവാ ബാങ്ക് നിഫ്റ്റി താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് 51,074, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 50,793 ഫൈനൽ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഗ്യാപ് ഫിറ്റിംഗ് ചെയ്ത് 50,665. ഇത് 1 hour ചാർട്ടാണ് കാണുന്നത്. 50 minutes നമുക്ക് എടുക്കാം. 50 minutes കാരണം 50 minutes ഇതായിരിക്കും വ്യൂ കേട്ടോ. 50 minutes ആയിരിക്കും വ്യൂ. അപ്പം ഈ ഒരു ഇത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും മൺഡേ. അതേപോലെ ബാങ്ക് നിഫ്റ്റി ഞാൻ പറയുന്ന പോലെ തന്നെ 5 minutes ഇട്ടിട്ട് 5 minutes എൻ്റെ എൻട്രി ടൈമിങ്. നിങ്ങളുടെ എൻട്രി ടൈമിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ 5 minutes ഇട്ടിട്ട് നിങ്ങൾ ഏത് എൻട്രി ടൈം ആണെങ്കിലും നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊരു പുൾ ബാക്ക് തരികയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇങ്ങനൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് T1 T2 T3 മൂന്ന് ടാർഗറ്റ് വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോവുക. ഈ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് പുൾ ബാക്ക് തരുമ്പം നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റിൽ പുൾ ബാക്ക് തരും. പുൾ ബാക്ക് ചെന്നിട്ടേ ഈ ഒരു ബ്രേക്കിംഗ് മാർക്കറ്റ് തരാൻ ചാൻസ് ഉള്ളൂ. മാർക്കറ്റിന് എപ്പോഴും ഇങ്ങനൊരു വ്യൂ ആണ് ട്രേഡ് ചെയ്യാൻ കേട്ടോ. മാർക്കറ്റ് എപ്പോഴും താഴോട്ട് വരുന്നെങ്കിൽ ഒരു ലോവർ ഹൈ ലോവർ ലോ ഈ ഒരു സെറ്റപ്പിലെ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ്. പ്രോപ്പർ കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു നോ ട്രേഡിങ് സോണിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു ട്രെൻഡ് എന്ന് പറയാൻ കഴിയില്ല. ഇത് സൈഡ് വേസ് ട്രെൻഡാണ്. നമ്മുടെ സൈഡ് കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എവിടെയെങ്കിലും നിന്നിട്ട് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതെപ്പോഴും ഒരു നോ ട്രേഡിങ് സോണാണ് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ ഈ ഏരിയയുടെ ഉള്ളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം അതായിരിക്കും സേഫ്. നോ ട്രേഡിങ് സോൺ എന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾ ട്രേഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ട്രേഡ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഇതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.